മക്കളെ, ഇന്ന് നമുക്ക് ഒരു സെക്കൻഡ് ടൈം ക്വസ്റ്റ്യൻ, മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ചോദ്യം വരുന്നത് പാരഗ്രാഫ് വായിച്ചിട്ട് അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ്. നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. മനുഷ്യ കാ स्वस्थ रहना आवश्यक है क्योंकि स्वस्थ शरीर में ही स्वस्थ मन रहता है. शरीर को स्वस्थ रखने के लिए व्यायाम ही उत्तम मार्ग है. व्यायाम से मांसपेशियों में बल आता है और हड्डियों में मजबूती आती है. शरीर के स्वस्थ रखने के लिए व्यायाम ही उत्तम मार्ग है. व्यायाम से सांस पेशियों में बल आता है और हड्डियों में मजबूती आती है. शरीर को स्वस्थ रखने के लिए पौष्टिक भोजन भी अनिवार्य है. व्यायाम से भोजन ठीक ढंग से पचता है. ചോദ്യം നോക്കാം. സഹി ഉത്തർ ചുനിക്കർ ലിഖേം എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ശരീർ കോ സ്വസ്ഥ രഖ്നെ കാ ഉത്തം മാർഗ് ക്യാ ഹേ എന്നാണ് ചോദ്യം. ഗാന, പാനി, വ്യായാം. വ്യായാമാണ് അല്ലേ, നമ്മളിതിൽ കണ്ടതാണ്. ശരീർ കോ സ്വസ്ഥ ശരീർ സ്വസ്ഥ രഖ്നെ കെ ലിയേ വ്യായാം അല്ലേ. ഇനി അടുത്തത് വ്യായാം സേ കിസ്മേ മസ്ബൂത്തി ആത്തി ഹേ. സിർ, ഹഡ്ഡി, പേട്. പേട്ട് പറഞ്ഞ വയറ്. ശരീരത്തില് വ്യായാമം കൊണ്ട് എന്താണ് ബലപ്പെടുന്നത് എന്നാണ് ചോദിച്ചത്. എന്താണ്? വ്യായാം സേ മാംസപേശിയോ മേ ബൽ ആത്താ ഹേ ഔർ ഹഡ്ഡിയോ മേ മസ്ബൂത്തി അല്ലേ. ഹഡ്ഡിയാമാണ്. അപ്പം എന്താണ് അതിൻ്റെ ആൻസർ? ഹഡ്ഡി. ഇനി അടുത്തത് സഹി പ്രസ്താവ് ചുനിക്കർ ലിഖേം എന്നാണ്. സഹി പ്രസ്താവ് ചുനേം എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള പ്രസ്താവന എഴുതാനാണ് കേട്ടോ. ഇവിടെ 3 ഉണ്ട്. അതിൽ ദോന്ന് ഇവിടെ കൊടുത്തത് കണ്ടോ. അപ്പോൾ 2 നമ്മൾ എഴുതേണ്ടത്. 2 ശരിയുണ്ട്. ആ ശരിയായ 2 ഏതാണോ അത് തിരഞ്ഞെടുത്തിട്ട് നമ്മൾ എഴുതി കൊടുക്കുക. നോക്കാം. വ്യായാം സേ മാംസപേശിയോ മേ ബൽ ആത്താ ഹേ. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. വ്യായാമത്താൽ മാംസപേശികൾക്ക് ബലം വരുന്നു. നമ്മളിവിടെ പഠിച്ചില്ലേ. ഇതാ വ്യായാം സേ മാംസപേശിയോ കോ ബൽ ആത്താ ഹേ ഇതിലുണ്ട്. അപ്പോൾ അത് എഴുതി. ഇനി അടുത്തത് വ്യായാം സേ ബഹുത്ത് സാരെ പൈസേ മിൽത്തേ ഹേ. അങ്ങനെ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ. ആ പാരഗ്രാഫിൽ കുറേ പൈസ കിട്ടുന്നു എന്ന്. അപ്പം ഇനി അടുത്ത് നോക്കാം. ശരീർ കോ സ്വസ്ഥ രഖ്നെ കെ ലിയേ പൗഷ്ടിക ഭോജൻ അനിവാര്യ ഹേ. ഇത് നമ്മളതിൽ കണ്ടതാണ്. ശരീരത്തിന് പോഷക ഗുണമുള്ള ആഹാരം കഴിക്കണം എന്ന കാര്യം. വ്യായാം ഉത്തം ഹേ, വ്യായാം ക പേശിയാ മാത്തായ ഹഡ്ഡിയോं का मजबूती स्वस्थ रखने के लिए पौष्टिक भोजन. കണ്ടോ, പൗഷ്ടിക ഭോജൻ ബി അനിവാര്യ ഹേ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ എഴുതാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ സഹി പ്രസ്താവ് ചുനിക്കർ ലിഖേം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന പാരഗ്രാഫിലേക്ക് നന്നായിട്ട് നോക്കുക. അവിടെ ഉള്ളത് തന്നെയാണോ നമുക്ക് തന്നത് എന്നൊന്ന് നോക്കിയിട്ട് എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമൂനയ്ക്ക് അനുസാർ പൂരാ കരീം എന്നാണ്. മാതൃക അനുസരിച്ച് പൂർത്തിയാക്കി എഴുതാനാണ് പറഞ്ഞത്. സ്വസ്ഥ് പറഞ്ഞ സ്വാസ്ഥ്യ, അതേപോലെ മസ്ബൂത്ത് മസ്ബൂത്തി. നമ്മളിവിടെ കണ്ടില്ലേ. മസ്ബൂത്തി ഇതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. മസ്ബൂത്ത് എന്നതിന് എന്താണ്? മസ്ബൂത്തി. കണ്ടോ, മസ്ബൂത്തി ഇതാണ് അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. മീഠാ സന്ദ്ര എന്ന കഹാനിയിലെ ഭാഗമാണ് താഴെ തന്നിരിക്കുന്നത്. അത് വായിച്ചതിന് ശേഷം നമ്മളിവിടെ എന്താണ് വാർത്താലാപ്. കണ്ടോ, വാർത്താലാപ്. അത് നമ്മൾ എന്ത് ചെയ്യണം? വാർത്താലാപ് കംപ്ലീറ്റ് ചെയ്യണം. एक दिन मैं घर लौटते समय उधर से गुजरा तो बूटी कांग से गपशप करने के लिए ठहर गया. मैंने उससे पूछा, संतरा मीठा है? उसने कहा, हाँ बहुत मीठा. मगर जब मैंने वही सवाल दोहराया तो वह बोली, मीठा है तो क्यों नहीं मीठा होगा? मैंने पूछा, कितनी चीनी डाली? वह बोली, 1 पौवा.
അപ്പോൾ നമുക്ക് എഴുതേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട് അല്ലേ. ഇത്തിനി ചീനി ഡാലി ചോദിച്ചു. അപ്പം അതിൻ്റെ ഉത്തരമായിട്ട് ഏക്ക് പവ്വ, സന്ദ്ര മീഠാ ഹേ, ബഹുത്ത് മീഠാ ഹേ. അപ്പോൾ നമുക്ക് എഴുതേണ്ട രണ്ടാൾ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിച്ചിട്ട് ലേഖകൻ പറഞ്ഞതും ബൂട്ടികാങ്ക് പറഞ്ഞതും രണ്ടാളും അവർ പറഞ്ഞതിൻ്റെ നേരെ നേരെ എഴുതാം. അപ്പം നമുക്ക് നോക്കാം. ലേഖക് സന്തര മീഠാ ഹേ എന്ന് ചോദിക്കുകയാണ്. ബൂട്ടികാങ്ക് ഹാ ബഹുത്ത് മീഠാ ഹേ, അതെ വളരെ മധുരമുള്ളതാണ് എന്ന് പറയുന്നു. അപ്പം ലേഖകൻ പിന്നീട് എന്താണ് പറയുന്നത്, എന്താണ്, കിത്തനി ചീനി ഡാലി അല്ലേ, ലേഖകൻ ചോദിക്കുകയാണ് കിത്തനി ചീനി ഡാലി എന്ന് ചോദിക്കുകയാണ്. അപ്പം ബൂട്ടികാങ്ക് എന്താ പറയുക, ഏക്ക് പവ്വ അല്ലേ. അപ്പം എന്താണ് ഇവിടെ കിത്തനി ചീനി ഡാലി ചോദിക്കും. അപ്പോൾ ബൂട്ടികാങ്ക് പറയും ഏക്ക് പവ്വ എന്ന് പറയും. പിന്നെ ലേഖകൻ എന്താ ചോദിക്കുന്നത്, അപ്പം എന്താണ്, മീഠാ മീഠാ ഹേ തോ ക്യോം നഹി മീഠാ ഹോഗാ എന്ന് ബൂട്ടികാങ്ക് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പം നമുക്കത് ഒന്നും കൂടെ ചോദിക്കാം, സന്തര മീഠാ ഹേ എന്ന്. ഇവിടെ സന്തര മീഠാ ഹേ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത്, മീഠാ ഹേ തോ ക്യോം നഹി മീഠാ ഹോഗാ എന്ന് പറയും. അപ്പോൾ ആ സെൻറ്റൻസും നമുക്കിവിടെ എഴുതാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഫസ്റ്റിലെ രണ്ടെണ്ണത്തിന് നമുക്ക് സന്തര മീഠാ ഹേ എന്ന് ചോദിക്കുക, ഈ ചോദ്യം ചോദിക്കുക, ആദ്യം ഇത് ചോദിക്കുക സന്തര മീഠാ ഹേ. അപ്പോൾ മീഠാ ഹേ തോ ക്യോം മീഠാ നഹി ഹോഗാ, ഇത് അതിൻ്റെ തൊട്ട് താഴെ ബൂട്ടികാങ്ക് പറഞ്ഞതായിട്ട് എഴുതാം. പിന്നെ വീണ്ടും കിത്തനി ചീനി ഡാലി ഇവിടെ ചോദിക്കും, കിത്തനി ചീനി ഡാലി. അപ്പം എന്താ പറയുക, ആ ഏക്ക് പവ്വ എന്ന് പറയൂലേ. ഓക്കെ, അപ്പം നമ്മളിവിടെ തന്നെ ഉണ്ട് എഴുതാനുള്ള എല്ലാതും ഈ പാരഗ്രാഫിൽ തന്നെ ഉണ്ട്, അതെടുത്തിട്ട് എഴുതി കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത് നോക്കാം. കോഷ്ടസെ സഹി ഉത്തർ ചുനെ, മീഠാ സന്തര കിസ് പ്രകാർ കി രചന ഹേ. മീഠാ സന്തര എന്നത് ഏത് പ്രകാരത്തിലുള്ള രചനയാണ് എന്നാണ് ചോദ്യം. ഏതാണ്, സംസ്മരൺ അല്ലേ, ഒരു ഓർമ്മക്കുറിപ്പാണ് മീഠാ സന്തര. മിലേ സബ്കോ കവിതാ ഭാഗ് പഠേ. ഇനി നമുക്ക് മിലേ സബ്കോ എന്ന കവിതയുടെ ഭാഗമാണ് വായിക്കാനുള്ളത്. എന്നിട്ട് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ബഹുത്ത് സരൂരി ഹേ കി മിലേ സബ്കോ ഉഗ്നെ കെ ലിയെ തോടി സി മിट्टी बूंद भर नमी, തോടി സി ഹവ और धूप, गिलने के लिए पकने के लिए തോടി സി ആഗ്. കവിതാംശ സെ നിമ്നലിഖിത ആശയ വാലി പങ്ക്തിയാൻ ചുനേം എന്നാണ് പറഞ്ഞത്. ഉഗ്നെ കെ ലിയെ മിट्टी और बूंद चाहिए എന്നർത്ഥം വരുന്ന വരി ഏതാണ്, ഇതാണ്. ഉഗ്നെ കെ ലിയെ തോടി സി മിट्टी ബൂന്ത് ഭർ നമി അല്ലേ, ഈ ഒരു വരിയാണ് വരുന്നത്. അടുത്തതാണ് ഗിൽനെ കെലിയ ഹവാ ഓർ ധൂപ് ചാഹിയ എന്നർത്ഥം വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പം എന്താണ്, ദാ ഗിൽനെ കെലിയ തോടി സി ഹവാ ഓർ ധൂപ് ഗിൽനെ കെലിയെ, ഈ വരിയാണ് രണ്ടാമത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി കോഷ്ടക് സെ സഹി ഉത്തർ ചുനേം എന്നാണ് പറഞ്ഞത്. ഈ ബ്രാക്കറ്റിലുള്ള ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത് എഴുതാനാണ് പറഞ്ഞത്. മിലേ സബ്കോ കവിത കെ രചയിത കോനെ. മിലേ സബ്കോ എന്ന കവിതയുടെ രചയിതാവ് ആരാണ് എന്നാണ് ചോദ്യം. മഹാദേവ് വർമ്മ, ശ്രീപാദ്, ആത്മരഞ്ജൻ എന്നാണ് തന്നതാണ്. മഹാദേവി വർമ്മയാണ് അല്ലേ, മഹാദേവി വർമ്മ. ഇനി കവിത പഠേം പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം എന്നാണ്. ഈ കവിതാഭാഗം വായിക്കുക, എന്നിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അതായത് ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളതല്ല, അല്ലാത്തൊരു കവിതയാണ്. നദി ഛടി ഹേ ആന, ഹം ബി ആന തും ബി ആന, ആയേ ബാദൽ ഘനെ ഘനെ ഉധർ के उनसे हाथ चुवाना, उनसे हाथ चुवाना, हवा गा रही तुम भी गाना, गाने में गो जाना. മേഘ്, പവൻ, ധർത്തി, അതുപോലെ തന്നെ അതിഥി, ഇതിൻ്റെയൊക്കെ സമാനാർത്ഥ ശബ്ദമാണ് ആദ്യത്തെ ചോദ്യം അല്ലേ. മേഘ് എന്നതിന് ബാദൽ നമ്മളിവിടെ കണ്ടു, ബാദൽ. മേഘ് എന്നതിന് എന്താണ്, ബാദൽ. മേഘ് ബാദൽ. ഇനി പവൻ, കാറ്റിന് ഇവിടെ ഹവ. പവൻ എന്താണ്, ഹവ. രണ്ടാമത്തെ ഉത്തരം ഹവ എന്നാണ്. ഒന്നാമത്തെ ഉത്തരം ബാദലാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ധർത്തി
ധർത്തി ഭൂമി. ഭൂമി എന്നതിന് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. നദി കിനാരെ മേഘധാര हरा मगमली बाना बाकी पेड़ पूरे पर छाया एक घोंसला सब चिड़ियों ने मेहमानों के लिए बनाया. मेहमान എന്ന് പറഞ്ഞാൽ അതിഥി എന്നാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ലാസ്റ്റിൽ അല്ലേ, അതിഥി എന്ന് ചോദിച്ചിട്ടുണ്ട് നാലാമത്തത്. അപ്പം എന്താണ് നാലാമത്തെ ആൻസർ? മെഹമാൻ ആണ് അതിഥി. നാലാമത്തെ ആൻസർ അതാണ് വരുന്നത്. അപ്പം മൂന്നാമത്താണ് നമുക്ക് കിട്ടാനുള്ള ധർത്തിയാണ്. ധർത്തി എന്നതിന് നദി കിനാരെ ഗോദ് ധാരാ की हरा मखमली बाना वही पेड़ पूरे पर छाया एक घोंसला सब चिड़ियों ने मेहमानों के लिए बना उनमें. അപ്പോൾ നമ്മൾ 1, 2, 3, 4 ആൻസർ നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് സഹി ഉത്തർ കോഷ്ടക് സേ ചുൻകർ ലിഖേ എന്ന ചോദ്യം നോക്കാം. കോൻ ചടി ഹേ നദി പേട് ഹവ എന്നാണ് പറഞ്ഞത്. ആരാണ് നമ്മുടെ ഇങ്ങനെ ഈ വരിയിൽ നോക്കുമ്പോൾ ചടി എന്നത് ആരാണ് വരുന്നത്? കോൻ ചടി ഹേ, ആരാണ് കയറിയത് എന്നാണ് ചോദിച്ചത്. നദി അല്ലേ, നദി ചടി ഹേ. അപ്പം എന്താണ് അതിൻ്റെ ആൻസർ? നദിയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്തത് ഗണ്ട് പടയും പ്രശ്നമൊക്കെ ഉത്തർ ലിഖിയും എന്നാണ്. യായാവർ സെ ലിഖിത് ഏക് സംസ്മരണാത്മക ലേഖ ഹേ മീഠാ സന്തര. യായാവർ എഴുതിയ ഒരു സംസ്മരണാത്മകമായിട്ടുള്ള ലേഖനമാണ് മീഠാ സന്തര. മീഠാ സന്തര പർ ഏക് ടിപ്പണി തയ്യാർ കരീം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ട സഹായകമായിട്ടുള്ള ബിന്ദുക്കൾ ഇവിടെ തന്നിട്ടുണ്ട്. ലേഖക കോൻ ഹേ, കിസ് തരഹ കി രചന ഹേ, മുഖ്യ പാത്ര കോൻ കോൻ ഹേ, പാത്രോं के बीच का संबंध, संवादों की विशेषത. അപ്പം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മീഠാ സന്തര എന്നതിനെ കുറിച്ച് ടിപ്പണി എഴുതാനാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. നമൂനയ്ക്ക് അനുസാർ ഉത്തർ ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേം പ്ലസ് സേ മുജ്സേ എന്നാണ്. അപ്പോൾ നമ്മളിവിടെ മേം പ്ലസ് കോ എന്താണ്? മുജ്കോ എന്ന് എഴുതണം. ഓക്കെ, മുജ് കഴിഞ്ഞിട്ട് സേ എന്നാണല്ലോ ഇവിടെ തന്നത്. അതുപോലെ തന്നെ മുജ് കഴിഞ്ഞിട്ട് എന്ത് എഴുതുക? കോ എന്ന് എഴുതുക. ഇനി ഓർ ക്വസ്റ്റ്യൻ ആണ്. ഗണ്ട് പടിയും പ്രശ്നമൊക്കെ ഉത്തർ ലിഖിയും. താഴെ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിക്കാം. അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ചലേം കഹാനി കെ പാത്ര ഹേ അമ്മ और टुक्कू. सुबह टुक्कू ने अपनी साइकिल निकाली और अम्मा ने स्कूटी. सड़क नियमों का पालन करके गाड़ी चलाती है. इस पर माम और बेटे के बीच बातचीत होता है. അപ്പം അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അമ്മ ജ്യാദാ ദൂർ മത് ജാന. ടീക്ക് ഹേ അമ്മ ആപ്പ് വി. ശരി അമ്മേ, താങ്കളൊന്ന് പറയാണ്. അമ്മ പറയാണ് അധികം ദൂരേക്കൊന്നും പോവരുത് എന്ന് പറയാൻ ടുക്കുവിനോട്. ടുക്കു പറയാണ് ശരി അമ്മേ, നിങ്ങളും അധികം ദൂരേക്കൊന്നും പോകണ്ടെന്ന് പറയാം. അപ്പം അമ്മ ടുക്കുവിനോട് അടുത്തതായിട്ട് പറയാണ് ഗണ്ടി ബജാന. ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾ എടുത്തെഴുതിയാൽ മാത്രം മതി. അപ്പം എന്താണ്? ഗണ്ടി ബജാന ഒന്നാമത്തെ കേട്ടോ. ഇനി നമ്മളിവിടേക്ക് ഫില്ല് ചെയ്യേണ്ടത് ഗണ്ടി ബജാന എന്നാണ്. അപ്പം എന്താണ്? ഹോൺ അടിക്കണം എന്ന് പറയാണ്. ആര്? അമ്മ. അമ്മ ആരോട് പറയാണ്? ടുക്കുവിനോട് പറയാണ് ഹോൺ അടിക്കണം എന്ന് പറയാണ്. അപ്പോൾ പിന്നെ ടുക്കു എന്താ പറയുന്നത്? ടുക്കു പറയണ ആപ്പ് ബി ഹോൺ മാർന. താങ്കളും ഹോൺ അടിക്കണം എന്ന് പറയാണ് ടുക്കു. വേണ്ട രണ്ടാമത്തെ ഇതാണ് കേട്ടോ. ഇതാണ് രണ്ടാമത്തെ. താങ്കളും ഹോൺ അടിക്കണമെന്ന് ആര് പറയുന്നു? ടുക്കു പറയുന്നു. അപ്പോൾ ഇവിടേക്ക് ആര്? ടുക്കു പറഞ്ഞത് എഴുതാം. പിന്നെ ബായം ഓർ ചൽന മൂന്നാമത്തത്. ഇതിന് ഇവിടേക്ക് എഴുതാം. ബായം ഓർ ചൽന അമ്മയാണ് പറയുന്നത്. അപ്പം എന്താണ് ടുക്കു പറയുന്നത്? ഹെൽമെറ്റ് പഹന്ന. ലാസ്റ്റ് ടുക്കു പറയാണ് ഹെൽമെറ്റ് പഹന്ന. ടുക്കു വിടുന്നതാ ഈ ടുക്കു പറയുന്ന കാര്യമാണിത്. ഹെൽമെറ്റ് പഹന്ന, ഹെൽമെറ്റ് ധരിക്കാൻ വേണ്ടി പറയാണ് ടുക്കു. അപ്പം നമുക്ക് സഹി പ്രസ്താവ് നോക്കാം. ഗാഡി ചലാത്തെ സമയ മൊബൈൽ കാ ഇസ്തേമാൽ ന കരേം. അത് ശരിയാണ് അല്ലേ? വണ്ടി ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. മൊബൈൽ കാ ഇസ്തേമാൽ എന്നാൽ ഉപയോഗിക്കുക. ഇസ്തേമാലിനെ കരയും ഉപയോഗിക്കരുത്. വണ്ടി ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. ശരിയാണ്. ഗാഡി ചലാത്തെ സമയം മൊബൈൽ കാ ഇസ്തേമാൽ കരേം. വണ്ടി ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഉപയോഗിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്.
ശരിയാണോ? അല്ല. ഇനി ആറാമത്തത് ഇച്ചു ഓർ ബിനിയ കഹാനിക്ക് ആവശ്യപ്പെടുകയും പ്രശ്നമൊക്കെ ഉത്തരലിക്കും. ഇച്ചു ഓർ ബിനിയ എന്ന കഹാനി വായിക്കുക, എന്നിട്ട് അതിൻ്റെ ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഏകദാമേം ബൽഹെ ഇസ്ക വിഷയ पर एक പോസ്റ്റർ തയ്യാർ കരീം. പോസ്റ്റർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കും. എന്നിട്ട് അതിൽ ഇവിടെ തന്നിരിക്കുന്ന കാര്യമുണ്ടല്ലോ, ഏകദാമേം ബൽഹെ, ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എഴുതും. ഏകദാമേം ബൽഹെ എന്നതിൻ്റെ ഉള്ളിൽ വലുതാക്കി എഴുതാം. എന്നിട്ടൊരു ചിത്രവും വരയ്ക്കാം. ഓക്കെ. ഇനി കോഷ്ടക് സെ സഹി ഉത്തർ ചുനേം. മേം ചീൻടി ബന്ന ചാത്തി ഹോ കിസ്നെ കഹ. ഞാൻ ഉറുമ്പാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ബിനിയാണല്ലേ ഉറുമ്പാകും എന്ന് പറഞ്ഞത്. ബിനിയയ്ക്ക് ഒരേ ഒരു വാക്കേ ഉണ്ടായിരുന്നുള്ളൂ, ഉറുമ്പാവണം ഉറുമ്പാവണം എന്നുള്ള. ആ ഒറ്റൊന്നേ ബിനിയ പറഞ്ഞിട്ടുള്ളൂ. ഇച്ചു ആണ് പല വഴിക്കും തിരിഞ്ഞത്. ആദ്യം പറഞ്ഞ എരുമയാവണം എന്ന്, പിന്നെ പറഞ്ഞു പിന്നെ കരിമ്പാകണം എന്ന്, അല്ലേ? അങ്ങനെ മാറി മാറി കളിച്ചത് ആരാണ്? ഇച്ചു ആണ്. ഇച്ചു ലാസ്റ്റ് ഉറുമ്പാവണം എന്ന് പറയും. പിന്നെ വേണ്ട, നമുക്ക് നമ്മൾ തന്നെ ആയാൽ മതി എന്നൊക്കെ പറയണത് ആരാണ്? ഇച്ചു ആണ്. പക്ഷേ ഇവിടെ ഉറുമ്പാവണം എന്നുള്ള ഒരേ ഒരു കാര്യം പറയുന്നത് ബിനിയാണ്, അല്ലേ? ഉറുമ്പാവണം, അത് മാത്രമേ ബിനിയ പറഞ്ഞിട്ടുള്ളൂ. ബിനിയ എന്താ പറഞ്ഞത്? ബിനിയയ്ക്ക് ഉറുമ്പാവണം, അത് മാത്രമാണ് ബിനിയ പറഞ്ഞത്, അല്ലേ? അപ്പൊ ബിനിയാണ് ഇതിന്റെ ഉത്തരം. മനസ്സിലായല്ലോ? ഉറുമ്പാവണം പറഞ്ഞത് ആരാണ്? ബിനിയയാണ്. ഇനി അടുത്തത് ഗണ്ട് പടേ പ്രശ്നമൊക്കെ ഉത്തരലിഖേ. ബാഗ് മേ ടേർ സാരെ സുന്ദർ ഫൂൽ ഹേ. एक बार पेड़ है, एक बड़ा पेड़ है, पेड़ में मीठे फल भी है, ठंडी हवा बहाती है, हरे पत्ते हवा से हिल रहे हैं. നാളെയാണ് നിങ്ങളുടെ 6ാം ക്ലാസ്സിൻ്റെ എക്സാം വരുന്നത്. ക്വസ്റ്റ്യൻ കിട്ടാൻ വളരെയധികം വൈകിപ്പോയി. ഇപ്പോൾ കിട്ടിയ ഉടനെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡാക്കി, കുറച്ച് ധൃതിയിൽ ചെയ്യുന്നത് കേട്ടോ. ഹരേ പത്തേ ഹവാസെ ഹിൽ രഹേ ഹേ. രേഖാങ്കിത ശബ്ദോं की विशेषता बताने वाला शब्द चुनकर लिखिए എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ രേഖാങ്കിത് ശബ്ദ കോഷ്ടസെ സഹി ഉത്തർ ചുനെ. ഇവിടെ രേഖാങ്കിത് പറഞ്ഞാൽ അടിവര ഇട്ടതാണ്, അണ്ടർലൈൻ ചെയ്തതാണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ അണ്ടർലൈൻ ചെയ്തിട്ടില്ല. രേഖാങ്കിത ശബ്ദോं की विशेषता बताने वाला शब्द चुनकर लिखिए. നമുക്ക് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതിൽ അണ്ടർലൈൻ ചെയ്ത് വന്നിട്ടില്ല, അപ്പം നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. സുന്ദർ ഫൂൽ, ഡണ്ടി ഹവ, അല്ലേ? അപ്പം എന്താണ് ഇതിൽ ഏതാണ് വിശേഷത പറയുന്നത്? സുന്ദർ ഫൂൽ. പൂവിനെ എങ്ങനെയാ പറഞ്ഞത്? സുന്ദരം എന്ന് പറഞ്ഞു. സുന്ദർ എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഉത്തരം വരിക. പിന്നെ അടുത്തതോ ഡണ്ടി ഹവ, തണുത്ത കാറ്റ്. കാറ്റ് എങ്ങനെയാണെന്നാ പറഞ്ഞത്? തണുത്തത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡണ്ടി ഹവ, തണുത്തത്. ഹരേ പത്തേ ഹവാസെ ഹിൽ രഹേ ഹേ. ഹരേ പത്തയിൽ എന്താണ്? ഹരേ എന്നുള്ളത് വിശേഷണ ശബ്ദമാണ് കേട്ടോ. ഇനി നമ്മൾ കോഷ്ടസെ സഹി ഉത്തർ ചുനേം എന്നാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം കോൻസാ ശബ്ദ വിശേഷൻ നെഹി ഹെ. ഇവിടെ ഉള്ളതിൽ ഏത് ശബ്ദമാണ് വിശേഷൺ അല്ലാത്തത് എന്നാണ് ചോദ്യം. ഏത് ശബ്ദമാണ് വിശേഷൺ അല്ലാത്തത്? ഫൂൽ പറഞ്ഞാൽ പൂവ്, സുന്ദർ പറഞ്ഞാൽ സുന്ദരമായ മനോഹരമായ, മീട്ട മധുരമുള്ള. അപ്പം നമ്മൾ വിശേഷിപ്പിക്കുക എങ്ങനെയാ? മധുരമുള്ള പഴം, അല്ലേ? സുന്ദരമായ പൂക്കൾ. അപ്പം ഇത് രണ്ടും നമ്മൾ വിശേഷിപ്പിക്കും. പിന്നെ ഫൂൽ എന്നത് വിശേഷിപ്പിക്കൂല, അല്ലേ? വിശേഷണല്ല, അത് വിശേഷ്യാണ്. അപ്പോൾ ഇതിലെ ആൻസർ ഏതാണ്? കോൺസാ ശബ്ദ വിശേഷൺ നെഹി ഹേ എന്നാ ചോദിച്ചത്. വിശേഷണമല്ലാത്തത് ഏതാണ്? ഫൂലാണ്, അല്ലേ? വിശേഷണമല്ലാത്തത് ഫൂലാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഫൂൽ എന്നതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം അത്രയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. എല്ലാവരും ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക, മനസ്സിലാക്കുക, ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.